അയ്യോ എന്താടാ ഇതിങ്ങനെ വിളിച്ചത്? പിന്നെ ആര് പിന്നെയത്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാനിപ്പോ എന്റെ സ്വന്തം നാടായ ആലപ്പുഴയിലാണ്. എന്താന്നൊക്കെ ഞാൻ വഴിയെ പറയാം. ഇപ്പൊ ഒരു വൈകിട്ടായപ്പോ നമ്മൾ വണ്ടി എടുത്ത് നേരെ അങ്ങോട്ടേക്ക് വിട്ടു. കുറെ നാളത്തെ എന്റെ ഇൻട്രോവേർട്ട് ജീവിതത്തിനൊടുവിലാണ് ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എക്സ്ട്രോവേർട്ട് ആവാനുള്ള ഒരു എനർജി നമുക്ക് എപ്പോഴും ഉണ്ടായിന്ന് വരില്ലല്ലോ. ആലപ്പുഴക്കാരാണെങ്കിൽ റോഡ് കാണുമ്പോൾ എവിടാന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എപ്പോ വന്നാലും ഈ റോഡിൽ എന്തെങ്കിലും പണി നടക്കായിരിക്കും. അതെന്താന്ന് എനിക്കറിയില്ല. സോ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. വേറൊന്നിനുമല്ല, നമ്മുടെ ചെറുക്കന്റെ ഒന്ന് മുടി പണിയാൻ വേണ്ടിയിട്ട് സലൂൺ ഡിയോറിലേക്കാണ് വന്നത്. നമ്മൾ ഈ വീട്ടിലൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നൂലേ? ഇങ്ങനെ ഒരു ഒറ്റ മൈൻഡ് തീരുമാനത്തിന്റെ പുറത്ത് എത്തിയതാണ് ഞങ്ങൾ രണ്ടും ഇങ്ങോട്ട്. സംഭവം നമ്മൾ നേരത്തെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തതുകൊണ്ട് ചെന്ന ശേഷം വലിയ ലാഗ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോ ഇതാണ് എന്റെ അനിയൻ. ഇവന്റെ മുടിയിലാണ് നമ്മൾ ഇന്ന് താജ്മഹൽ പണിയാൻ പോകുന്നത്. പക്ഷേ വേറൊരു വലിയ പരിപാടിയുടെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. ഇതാണ് ഇവന്റെ ബിഫോർ ലുക്ക്. അപ്പൊ വന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവന്റെ മുടി നമ്മൾ ബ്രെയ്ഡ് ചെയ്യാനാണ് വന്നത്. അപ്പൊ ബ്രെയ്ഡിങ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അവന്റെ മുടി ഓൾറെഡി പല ലെങ്തി കിടക്കുന്നുണ്ട്. നമ്മൾ ആക്ച്വലി ഔട്ട്വേർഡ് ബ്രെയ്ഡിങ് ആണ് സെലക്ട് ചെയ്തത്. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ പോസ്റ്റ് അടിച്ച് മരിച്ചു. അങ്ങനെ പകുതി മുക്കാലും ചെയ്ത് കഴിഞ്ഞപ്പോ അത് അയ്യോ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. മൊത്തം ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലേ ഊരിക്കളയുന്നാണ് ഇവൻ പറഞ്ഞേക്കുന്നത്. കാരണം ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഐഡിയ ഇല്ലല്ലോ. പക്ഷെ എന്തോ മൊത്തം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി അവന്റെ ഫേസിന് ഇത് നല്ലപോലെ ചേരുന്നുണ്ടായിരുന്നു. ഈ ഒരു ഹെയർ സ്റ്റൈൽ സ്ഥിരമാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. എനിക്ക് അവസാനം വേറൊരാളെ പോലെ തന്നെ തോന്നി. ചെറുക്കൻ്റെ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് അവൻ ഈ മേക്ക് ഓവർ ചെയ്തത്. അപ്പോൾ ശരി, ബൈ ബൈ.